നമസ്കാരം. സുപ്രീം വോയിസ് ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വടക്കാഞ്ചേരിയിൽ KSU നേതാക്കളെ മുഖംമൂടി ധരിപ്പിച്ച് കോടതിയിൽ ഹാജരാക്കിയ സംഭവത്തിൽ പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ UK ഷാജഹാനെ സ്ഥലം മാറ്റി. മുണ്ടത്തിക്കോട് പാതിരക്കോട്ടുകാവ് ക്ഷേത്ര മൈതാനം അമ്പാടിയാക്കി മാറ്റി വിവേകാനന്ദ ബാലഗോകുലം. കുന്നംകുളത്ത് പോലീസ് മർദ്ദനത്തിന് ഇരയായ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുജിത്ത് വിവാഹിതനായി. വടക്കാഞ്ചേരിയിൽ KSU നേതാക്കളെ മുഖംമൂടി ധരിപ്പിച്ച് കോടതിയിൽ ഹാജരാക്കിയ സംഭവത്തിൽ പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ UK ഷാജഹാനെ സ്ഥലം മാറ്റി. വടക്കാഞ്ചേരി കോടതിയിലെ KSU പ്രവർത്തകരെ മുഖംമൂടി ധരിപ്പിച്ച് ഹാജരാക്കിയ സംഭവത്തിൽ നടപടി. വടക്കാഞ്ചേരി SHO ഷാജഹാന് സ്ഥലമാറ്റം. തിരുവനന്തപുരം പോലീസ് ആസ്ഥാനത്തേക്കാണ് മാറ്റം. മുണ്ടത്തിക്കോട് പാതിരക്കോട്ടുകാവ് ക്ഷേത്ര മൈതാനം അമ്പാടിയാക്കി മാറ്റി വിവേകാനന്ദ ബാലഗോകുലം. മുണ്ടത്തിക്കോട് പാതിരക്കോട്ടുകാവ് ക്ഷേത്ര മൈതാനം അമ്പാടിയാക്കി മാറ്റി മുണ്ടത്തിക്കോട് വിവേകാനന്ദ ബാലഗോകുലം. ഗ്രാമം തണലൊരുക്കട്ടെ, ബാല്യം സഫലമാകട്ടെ എന്ന സന്ദേശമുയർത്തി മുണ്ടത്രക്കാവ് ക്ഷേത്രത്തിൽ നിന്നും കൃഷ്ണവേഷധാരികളായ ബാലികാ ബാലന്മാരുടെ നൃത്തനൃത്യത്തിൻ്റെ അകമ്പടിയോടെ നടന്ന ശോഭയാത്ര പാതിരക്കോട്ടുകാവ് ക്ഷേത്ര മൈതാനത്ത് സമാപിച്ചു. തുടർന്ന് ഉറിയടി, വഴുക്കൽ, കഴുങ്ങിൽ കയറൽ, ഗോപിക നൃത്തം നടന്നു. പങ്കെടുത്ത കുട്ടികൾക്കെല്ലാം കൃഷ്ണവിഗ്രഹം നൽകി അവിൽ നിവേദ്യം, പാൽപ്പായസം എന്നിവ വിതരണം ചെയ്തു. കുന്നംകുളത്ത് പോലീസ് മർദ്ദനത്തിന് ഇരയായ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുജിത്ത് വിവാഹിതനായി. പോലീസിന്റെ ക്രൂരമർദ്ദനമേൽക്കുന്ന നേർക്കാഴ്ച ദൃശ്യങ്ങൾ പുറത്തിറങ്ങി സംസ്ഥാനമൊട്ടുക്ക് ചർച്ചാ വിഷയമാവുകയും സമൂഹ മനസാക്ഷിയുടെ സഹതാപം ഏറ്റുവാങ്ങുകയും ചെയ്ത കുന്നംകുളം കാണിപ്പയ്യൂർ സ്വദേശിയും യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റുമായ VS സുജിത്ത് വിവാഹിതനായി. ചൂണ്ടൽ പുതുശ്ശേരി സ്വദേശി തൃഷ്ണയാണ് വധു. ഇന്ന് രാവിലെ 7-നും 7:45-നും ഇടയിലുള്ള മുഹൂർത്തത്തിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചാണ് താലികെട്ട് നടന്നത്. തുടർന്ന് ചൊവ്വന്നൂർ KR നാരായണൻ കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ചാണ് വിവാഹ ചടങ്ങുകൾ നടക്കുന്നത്. മുൻ MP TN പ്രതാപൻ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകാൻ ഗുരുവായൂരിൽ ഉണ്ടായിരുന്നു. നേതാക്കളായ ഷാഫി പറമ്പിൽ, K മുരളീധരൻ എന്നിവർ ഇന്ന് വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി എത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കുന്നംകുളത്ത് നടന്ന KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പങ്കെടുത്ത പ്രതിഷേധ സമ്മേളനത്തിൽ ജില്ലാ കോൺഗ്രസ് പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് തന്റെ 2 പവൻ സ്വർണ്ണമാല വേദിയിൽ വെച്ച് ഊരി വിവാഹ സമ്മാനമായി സുജിത്തിന് നൽകിയിരുന്നു. ഇത് വൻ വാർത്താ പ്രാധാന്യവും നേടിയിരുന്നു. കഴിഞ്ഞ ദിവസം വീട്ടിലെത്തിയ KC വേണുഗോപാൽ MP സമ്മാനമായി സ്വർണ്ണമോതിരം സുജിത്തിന് നൽകിയിരുന്നു. കൊച്ചുവേലായുധന്റെ വീട് CPM നിർമ്മിച്ചു നൽകും. കേന്ദ്രമന്ത്രിയും തൃശൂർ MPയുമായ സുരേഷ് ഗോപി നിവേദനമടങ്ങിയ കവർ തുറന്നുപോലും നോക്കാതെ നിവേദനം സ്വീകരിക്കലല്ല NPയുടെ പണിയെന്ന് പറഞ്ഞ് അവഹേളിതനാക്കിയ കൊച്ചുവേലായുധന്റെ വീട് CPM നിർമ്മിച്ചു നൽകും. പുള്ളിലെ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി പാർട്ടി തൃശൂർ ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ ഈ ഉറപ്പു നൽകി. കഴിഞ്ഞ ദിവസമാണ് കെട്ടിയാഘോഷിച്ച് ചേർപ്പ് പുള്ളി കലുങ്ക് വികസന സംവാദം സംഘടിപ്പിച്ചത്. ഇതിലാണ് പ്രദേശത്തെ താമസക്കാരനായ തായാട്ട് കൊച്ചുവേലായുധൻ ഒരു കവറിൽ നിവേദനവുമായി എത്തിയത്. വയോധികനായ ഈ സാധു മനുഷ്യനിൽ നിന്ന് നിവേദനമടങ്ങിയ കവർ വാങ്ങി വായിക്കാൻ പോലും മിനക്കെടാതെ വീട് നിർമ്മാണ പ്രശ്നം MPയുടെ ജോലിയല്ലെന്ന് സുരേഷ് ഗോപി പറയുകയായിരുന്നു. വേലായുധന്റെ വീടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റവും അടുത്ത ദിവസം തന്നെ CPM ആരംഭിക്കും. GST പരിഷ്കാരം നേട്ടം സാധാരണക്കാരിലെത്തണം. ധനമന്ത്രി KN ബാലഗോപാൽ. GST പരിഷ്കരണത്തിന്റെ നേട്ടങ്ങൾ സാധാരണക്കാരിലേക്ക് എത്തണമെന്നതായിരുന്നു കേരളത്തിന്റെ ആവശ്യമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. കേരളം നടത്തിയ പഠനത്തിൽ ആർക്കും അത്തരം ഗുണം കിട്ടിയിട്ടില്ലെന്ന് വ്യക്തമായെന്നും കോർപ്പറേറ്റുകളെ സഹായിക്കാനാണ് പരിഷ്കരണമെന്നും അദ്ദേഹം പറഞ്ഞു. സാധാരണക്കാരന് വേണ്ട ഇനങ്ങൾക്ക് നികുതി കുറയുകയാണ് വേണ്ടത്. അതിസമ്പന്നന്റെ ആഗ്രഹത്തിനനുസരിച്ച് നികുതി കുറയുകയല്ല വേണ്ടതെന്ന് മന്ത്രി വ്യക്തമാക്കി. ശബരിമല നട നാളെ തുറക്കും. കന്നിമാസ പൂജകൾക്കായി ശബരിമല നട ചൊവ്വാഴ്ച തുറക്കും. വൈകിട്ട് 5-ന് തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി നട തുറന്ന് ദീപം തെളിക്കും. കന്നി 1-ന് രാവിലെ 5-ന് ദർശനത്തിനായി നട തുറക്കും. കന്നിമാസ പൂജകൾ പൂർത്തിയാക്കി 21-ന് രാത്രി 10-നാണ് നട അടയ്ക്കുക. ഇടവേള. സൺസിറ്റി മെറ്റൽസ് ആൻഡ് ട്യൂബ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, മെഡിക്കൽ കോളേജ് റോഡ്, മുണ്ടൂർ. Stainless steel pipes applications for railing, balconies, staircase, structural works, commercial kitchen, furnitures, lab and hospital equipments, food handling equipments, doors and windows, gate and grills, insulators, chimneys, etc. Contact 8943 500 006. തിരികെ വാർത്തകളിലേക്ക്.
തൃശൂർ ചാലക്കുടിയിൽ ഭാര്യയെ ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച ശേഷം ഭർത്താവ് തൂങ്ങി മരിച്ചു. തൃശൂർ ചാലക്കുടിയിൽ ഭാര്യയെ ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച ശേഷം ഭർത്താവ് തൂങ്ങി മരിച്ചു. പുതുശ്ശേരി കന്നപ്പള്ളി വീട്ടിൽ ദേവസിയാണ് തൂങ്ങി മരിച്ചത്. ദേവസിയും അൽഫോൺസയും കുറേ നാളുകളായി പിരിഞ്ഞാണ് താമസിക്കുന്നത്. അൽഫോൺസ് താമസിക്കുന്ന വീട്ടിലെത്തിയ ദേവസി അൽഫോൺസായെ ചുറ്റിക കൊണ്ട് തലക്കടിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു. തലയ്ക്ക് സാരമായ പരിക്കുകളേറ്റ അൽഫോൺസായെ ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. പണം ഇടപാട് സംബന്ധിച്ച തർക്കമാണ് ആക്രമണത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. കുന്നംകുളം പഴഞ്ഞിയിൽ ശോഭയാത്രയിലേക്ക് കാർ ഓടിച്ചു കയറ്റി എന്നാരോപിച്ച് ബൈക്കിലെത്തിയ സംഘം കാർ അടിച്ചു തകർത്തു. പഴഞ്ഞിയിൽ ശോഭയാത്ര പോകുന്നതിനിടെ വന്ന കാർ നിർത്തിയിട്ടില്ലെന്നാരോപിച്ച് RSS BJP പ്രവർത്തകർ കാർ തല്ലിപ്പൊളിച്ചു. പഴഞ്ഞി അടയ്ക്ക മാർക്കറ്റിന് സമീപമാണ് സംഭവം. കാട്ടകമ്പാൽ പഞ്ചായത്തിലെ ശോഭയാത്ര പഴഞ്ഞി വൺ വേ റോഡിൽ നിന്ന് മെയിൻ റോഡിലേക്ക് കയറുന്നതിനിടെയാണ് സംഭവം. ജെറുസലേമിൽ താമസക്കാരനായ സുജിത്തും സഹപാഠികളായ കുറ്റിപ്പുറം സ്വദേശികളും സഞ്ചരിച്ച കാറാണ് തല്ലി തകർത്തത്. സുജിത്തിനെ കാണാനെത്തിയതായിരുന്നു സഹപാഠികൾ. ശോഭയാത്ര കടന്നു പോകുന്നതിന് വേണ്ടി ഒരു സംഘം പഴഞ്ഞി വൺ വേ ജംഗ്ഷനിൽ ഗതാഗതം നിയന്ത്രിച്ചിരുന്നു. സുജിത്ത് സഞ്ചരിച്ചിരുന്ന കാർ ഇവിടെ എത്തിയതോടെ കാർ വൺ വേയിലേക്ക് തിരിച്ചുവിട്ടു. മറ്റൊരു സംഘം കാറിന് സംസ്ഥാന സഹകരണ ബാങ്കിന്റെ സമീപത്തു കൂടെയുള്ള റോഡിലൂടെ മെയിൻ റോഡിലേക്ക് കടക്കാൻ അനുവാദം നൽകി. ഇവർ മെയിൻ റോഡിലൂടെ അടയ്ക്ക മാർക്കറ്റിന് സമീപം എത്തിയപ്പോൾ ശോഭയാത്ര കാണുകയും വാഹനം ഒരരികിൽ നിർത്തിയിടുകയും ചെയ്തു. എന്നാൽ ശോഭയാത്ര കടന്നുപോയതോടെ ബൈക്കുകളിലെത്തിയ RSS BJP സംഘം കാറിന്റെ ചില്ലുകൾ തല്ലി തകർക്കുകയും വാഹനത്തിന് കേടുപാടുകൾ വരുത്തുകയും ചെയ്തു. സംഭവ സമയത്ത് സ്ഥലത്തുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥനോട് പരാതി പറയാൻ ചെന്നെങ്കിലും സംഘം വീണ്ടും തടയുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായി പറയുന്നു. സംഭവത്തിൽ കുന്നംകുളം പോലീസിൽ പരാതി നൽകി. 35,000 കോടിയുടെ പദ്ധതികൾ നടപ്പാക്കി മന്ത്രി P. രാജീവ്. ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപക ഉച്ചകോടി വ്യവസായ രംഗത്ത് വൻ മുന്നേറ്റം സാധ്യമാക്കിയെന്ന് വ്യവസായ മന്ത്രി P. രാജീവ് പറഞ്ഞു. ഉച്ചകോടിയിൽ ഒപ്പുവെച്ചവയിൽ 35,000 കോടി രൂപയുടെ പദ്ധതികൾ നടപ്പാക്കി. നിർമ്മാണ ഘട്ടത്തിലേക്ക് കടക്കുന്ന 98ാമത്തെ നിക്ഷേപ പദ്ധതിയാണ് RCC ന്യൂട്രാഫിൽ യൂണിറ്റ് എന്നും പദ്ധതിക്ക് കല്ലിട്ട് മന്ത്രി പറഞ്ഞു. ഈ യൂണിറ്റ് വഴി കേരളത്തിലേക്ക് കൂടുതൽ നിക്ഷേപകരെ ആകർഷിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വളരെ വേഗത്തിൽ നിക്ഷേപ കരാറുകൾ നടപ്പാക്കപ്പെടുന്നത് കേരളത്തിന്റെ ശക്തിയാണ്. ബൈക്കിൽ കൊണ്ടുപോകാത്തതിനുള്ള വൈരാഗ്യത്തിൽ യുവാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച വ്യാജമദ്യ കേസിലെ പ്രതിയും കൂടിയായ ഷിനോജ് പിടിയിൽ. ബൈക്കിൽ കൊണ്ടുപോകാത്തതിന്റെ വൈരാഗ്യത്തിൽ യുവാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിൽ വരന്തരപ്പള്ളി വേലേപ്പാടം കിണർദേശത്ത് പുൽക്കിരിപ്പറമ്പിൽ വീട്ടിൽ 45 വയസ്സുള്ള ഷിനോജ് എന്നയാളെ വരന്തരപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. സെപ്റ്റംബർ 12 രാത്രി 9:30 ഭക്ഷണം കഴിക്കാൻ വിളിക്കാനായി ഷിനോജിന്റെ വീട്ടിലേക്ക് പോയ വേലുപ്പാടം സ്വദേശിയായ വലിയപ്പറമ്പിൽ വീട്ടിൽ 34 വയസ്സുള്ള മൻസൂർ വീടിന് മുന്നിൽ വെച്ച് തടഞ്ഞു നിർത്തി അടുക്കളയിൽ നിന്ന് എടുത്ത കൊടുവാൾ ഉപയോഗിച്ച് വെട്ടി ഗുരുതര പരിക്കേൽപ്പിച്ച സംഭവത്തിനാണ് ഷിനോജ് വരന്തരപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തത്. ഷിനോജ് വരന്തരപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ 2020 ഒരു വ്യാജ മദ്യ കേസ് അടക്കം 2 ക്രിമിനൽ കേസിലെ പ്രതിയാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. വടക്കാഞ്ചേരിയിൽ KSU നേതാക്കളെ മുഖംമൂടി ധരിപ്പിച്ച് കോടതിയിൽ ഹാജരാക്കിയ സംഭവത്തിൽ പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ UK ഷാജഹാനെ സ്ഥലം മാറ്റി. മുണ്ടത്തിക്കോട് പാതിരക്കോട്ടുകാവ് ക്ഷേത്ര മൈതാനം അമ്പാടിയാക്കി മാറ്റി വിവേകാനന്ദ ബാലഗോകുലം. കുന്നംകുളത്ത് പോലീസ് മർദ്ദനത്തിന് ഇരയായ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുജിത്ത് വിവാഹിതനായി. ഇതോടുകൂടി വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.